ഹലോ മൈ സൂപ്പർ ലേഡീസ്, വെൽക്കം ബാക്ക് ടു സോയ് സ്റ്റഡി വ്ലോഗ്. അപ്പം ഇന്നും നമ്മൾ ഇന്നത്തെ പോലെ 3:30 മണിക്ക് എഴുന്നേറ്റിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ ഇന്ന് അപ്പം അത്താഴത്തിന് നമുക്ക് ഉണ്ടാക്കാനുള്ളത് പൂരിയും മീൻ കറിയും മീൻ പൊരിച്ചതുമാണ് കേട്ടോ. ഇന്ന് ചോറുണ്ടാക്കുന്നില്ല, ഇന്നാർക്കും ചോറ് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ മാവൊക്കെ കുഴച്ച് വെക്കാണ്. അതിന് ശേഷം ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യണം. കറി ഉണ്ടാക്കാനുണ്ട്, മീൻ പൊരിക്കാനുണ്ട്, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ മീനൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. പൂരിയുടെ മാവൊക്കെ കുഴച്ച് വെച്ചതിന് ശേഷം ആ ഒരു ഗ്യാപ്പിൽ ഒരു അരമണിക്കൂർ എന്തായാലും കഴിയണമല്ലോ നമുക്കൊന്ന് അത് പരത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ആ ഒരു ഗ്യാപ്പിൽ ഞാൻ വേഗം കുറച്ച് ചായ വെച്ചു. കാരണം എനിക്ക് ചായ ഇല്ലാതെ പിന്നെ അങ്ങോട്ടേക്ക് എനർജി കിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ചായ വെച്ചു. അതോടൊപ്പം തന്നെ മീൻ പൊരിക്കാൻ വെച്ചു. ഫ്രീ ആയിട്ട് കുറച്ച് നേരം ഇരുന്ന് റിലാക്സ് ചെയ്ത് ചായയൊക്കെ കുടിച്ച് അതിന് ശേഷം പിന്നെ സമയമായപ്പോഴേക്കും ഞാൻ വന്നു പൂരിയൊക്കെ ഉണ്ടാക്കി. പിന്നെ സാധാരണ ചോറാവുമ്പം കുറച്ചുകൂടെ എളുപ്പമാണ്, നമുക്കത് കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ അത്രയും സമയം ആവുന്ന സമയം എനിക്കവിടെ പോയിരിക്കുക. പക്ഷേ ഈ ഒരു സംഭവം ആവുന്ന സമയത്ത് അങ്ങനെ റെസ്റ്റ് എടുക്കാനുള്ളൊരു സമയം കിട്ടില്ല. നമ്മളതിൻ്റെ കൂടെ തന്നെ അടുക്കളയിൽ തന്നെ ഫുൾ ടൈം ഉണ്ടായിരിക്കുന്നത് വലിയ മടിയുള്ള കാര്യമാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, എല്ലാവർക്കും എന്താ വേണ്ടതെന്ന് പറയുമ്പോൾ നമ്മളത് ഉണ്ടാക്കണമല്ലോ. അതുകൊണ്ട് ഈ ഇങ്ങനെ പരത്താനുള്ളൊരു സമയം ഭയങ്കര, പ്രത്യേകിച്ച് 3 മണിക്ക് 3:30 എഴുന്നേറ്റ് ഇത് ചെയ്യാമെന്ന് പറയുമ്പോൾ ഭയങ്കര മടിയാണ്. ചോറ് എന്ന് ഒരു പറയുന്ന ദിവസം എനിക്ക് ഭയങ്കര സമാധാനമാണ്, സന്തോഷമാണ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്ന സമയത്ത് ഭയങ്കര മടിയാവും കേട്ടോ. പിന്നെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ചെയ്യന്നെ. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് പൂരിയൊക്കെ പൊരിക്കാൻ പോവുകയാണ്. ഷെഫൊക്കെ എപ്പോഴുള്ള പരാതി എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും ബാങ്ക് കൊടുക്കുന്നതിൻ്റെ അവസാനമായിട്ടേ വിളിക്കുകയുള്ളൂ എന്നൊക്കെയാണ് പരാതി. പക്ഷേ എനിക്ക് വേറെ വഴിയില്ല. 3:30 എഴുന്നേറ്റ് ഞാൻ അതൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും 4:45 ആവും. എന്നിട്ട് എനിക്ക് അവരെ വിളിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഞാനത് എല്ലാവരെയും വിളിച്ചു. നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനിരുന്നു. അപ്പോഴേക്കും ബാങ്കൊക്കെ കൊടുത്തു. പിന്നെ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഷെഫൊക്കെ പോയതിന് ശേഷം ഞാനും മക്കളും കിടന്നു. ഉറങ്ങാൻ വേണ്ടിയിട്ട് കിടന്നു. കുറച്ച് നേരം കൂടെ ഉറങ്ങാമെന്ന് വിചാരിച്ചു, 2 മണിക്കൂറും കൂടെ ഉറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതേ ഒരു 9:45 ആയപ്പോഴാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. 9:45 ഞാൻ എഴുന്നേറ്റു. അപ്പം തുജാനും പാത്തും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എഴുന്നേറ്റതിന് ശേഷമാണ് ഉറങ്ങിയത്. അവരതുവരെ അവിടെ ഇരുന്ന് കളിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞാനും ആദമും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആദമിന് ഞാൻ ഗ്ലാസ് ചായയും കുറച്ച് ബിസ്ക്കറ്റും കൊടുത്തു. അവനത് മതിയെന്ന് പറഞ്ഞു, വേറൊന്നും വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ അവനത് കഴിക്കാൻ വേണ്ടി കൊടുത്തതിന് ശേഷം നമുക്ക് രാവിലെ ഗൂഗിൾ മീറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരെയും വർക്കൊക്കെ ഷെഡ്യൂൾ ചെയ്ത് കൊടുത്തു. അതിന് ശേഷം ഞാൻ എൻ്റെ രണ്ടും ഒരേപോലെ കൊണ്ടുപോകണം, ജോലിയും അതുപോലെ തന്നെ പഠനം. വീട്ടിലുള്ള സമയത്ത് നമുക്ക് പഠിക്കാൻ പറ്റും, അപ്പോൾ അതിന് എന്തെങ്കിലും കോംപ്രമൈസ് ചെയ്യണ്ട എന്നുള്ളതുകൊണ്ടാണ് രണ്ടും ഒരേപോലെ തന്നെ. അപ്പോൾ നമ്മുടെ ടാബിളിൽ നമുക്ക് പഠിക്കാനുള്ള എല്ലാ മെറ്റീരിയൽസും ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ജോബിന് ആവശ്യമായ മെറ്റീരിയൽസും ഉണ്ട്. എല്ലാം ഒരുമിച്ച് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, കൊണ്ടുപോകുന്നത്. അപ്പം നമ്മളിന്ന് പുതിയൊരു പോർഷനാണ് എടുക്കുന്നത്, അഡൽട്ട് ആൻഡ് സെക്ഷൽ ഹെൽത്ത് എന്ന് പറയുന്ന പോർഷനാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ തൊഴിൽ വീതിയിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ നമ്മുടെ നോട്ട്സും പഠിക്കുന്നുണ്ട്. അപ്പം ആദ്യം തന്നെ ഞാനതിൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഈ ഒരു പോർഷൻ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ റിവിഷൻ എന്ന് പറഞ്ഞാലും ഈ ഒരു പോർഷൻ ഞാൻ ആദ്യമായിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ക്വസ്റ്റ്യൻസ് കുറച്ച് ഒരു 33-35 അങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നന്നായിട്ട് വൃത്തിക്ക് പഠിച്ചു. അതിനുശേഷം ഞാൻ പഠിക്കാനായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ തോന്നി കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് ഞാൻ ഇത് വായിക്കാൻ നിന്നപ്പം എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും എളുപ്പമായിട്ട് തോന്നി. അപ്പോൾ നിങ്ങളത് അതുകൊണ്ടാവാം എനിക്ക് തോന്നുന്നത്, നമ്മൾ പലപ്പോഴും പഠിക്കാനിരിക്കുന്ന ഒരു മെത്തേഡൊക്കെ പറയുമ്പം കേൾക്കാം അല്ലെ, ആദ്യം നന്നായിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യാനും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിക്കാനൊക്കെ നമ്മളോട് പറയുന്നത് ഒരു പക്ഷേ ഇതുകൊണ്ടായിരിക്കാം, നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാനൊക്കെ കാര്യങ്ങൾക്ക് പറ്റും എന്നുള്ളതുകൊണ്ടായിരിക്കും. അപ്പം ഞാൻ അതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് നമുക്ക് ജോലിയും ചെയ്യണം, അതും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് അടുത്ത 3 ദിവസത്തേക്ക്, അതായത് ഈ ആഴ്ചയിൽ അടുത്ത 3 ദിവസത്തേക്കുള്ള വർക്ക് ഷെഡ്യൂൾ ചെയ്യണം. ഇനി വരുന്ന ദിവസങ്ങളിലും എനിക്ക് കുറച്ച് ദിവസം വർക്ക് ഫ്രം ഹോം തന്നെയാണ്. അപ്പോൾ ആ 3 ദിവസത്തെ ഷെഡ്യൂൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരുടെയും ഡേറ്റ് ഇട്ടിട്ട് അവരവരുടെ ജോലികളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം വേണം എനിക്കത് ഡെയിലി രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഗ്രൂപ്പിലോട്ട് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും. അതിനുശേഷം ഗൂഗിൾ പേ എന്നൊക്കെ പറയുന്നത്, ഗൂഗിൾ മീറ്റ് വെച്ചതിന് ശേഷം അതെല്ലാം ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനും ഞങ്ങളുടെ HR കൂടെ അതെല്ലാം കൂടെ ഡിസ്കസ് ചെയ്തതിന് ശേഷം നമ്മൾ
വർക്കൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുത്തു എല്ലാവർക്കും. അതിനുശേഷം പിന്നെ നമ്മുടെ MLAയുടെ പേജിലോട്ട് നമ്മൾ TTE തല്ലിയിട്ട് ട്രെയിനിൽ നിന്ന് ഒരു കൊല്ലപ്പെട്ടൊരു വാർത്ത ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ MLAയുടെ പേജിലേക്ക് എഴുതാനുണ്ടായിരുന്നു. അതൊക്കെ എഴുതി. അതിനുശേഷം പിന്നെ ഞാൻ വീണ്ടും പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പം ഇപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത്രയും നേരം ഞാൻ അതായത് ഈ 35 ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതെല്ലാം ഞാനൊന്ന് എഴുതി നോക്കുകയാണ്. അതായത് അതിലുണ്ടായിരുന്ന പോയിൻറ്റ്സ് എല്ലാം എഴുതി നോക്കുകയാണ്. കാരണം പഠിച്ചു എന്നല്ല, ജസ്റ്റ് ഓർത്തെടുക്കണം എന്നുള്ളതും കൂടെ ഉണ്ടല്ലോ. അപ്പം അതെല്ലാം ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇപ്പോൾ ഒരു പഴയ നോട്ട് എടുത്തു. ഇപ്പം ഇങ്ങനെ എന്താ പറയുക, നോട്ട്സൊക്കെ എഴുതിയിട്ട് കുറേ ആയി. അപ്പം ഞാൻ എൻ്റെ പഴയൊരു നോട്ട് എടുത്തതാണ്, അതിൽ എഴുതി നോക്കുകയാണ്. എന്നിട്ട് അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും റീകോൾ ചെയ്യാമെന്ന് പറയില്ലേ, ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോഴാണ് നമുക്ക് ഏതൊക്കെ ഓർമ്മയുണ്ട്, ഏതൊക്കെ മറന്നു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ അത് പഠിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഞാൻ 33 ക്വസ്റ്റ്യൻസ് 35 നമ്പർ മറന്നുപോയി. അത്രയും ക്വസ്റ്റ്യൻസ് ഞാൻ പഠിച്ചതിൽ ഒരു 6 എണ്ണം ഞാൻ മറന്നുണ്ട്. ബാക്കി എനിക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പം 6 എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വീണ്ടും പഠിക്കാൻ പറ്റും. അപ്പം ഈ രീതിയിൽ നിങ്ങൾക്ക് റീകോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയിപ്പം ആ സമയത്ത് തന്നെ വേണമെന്നില്ല, രാവിലെ പഠിച്ച സാധനം നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് റീകോൾ ചെയ്ത് ഒരു നോട്ട്ബുക്ക് എടുത്തിട്ടൊന്ന് എഴുതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതൊക്കെയാണോ നിങ്ങൾക്ക് വിട്ടുപോയത് അല്ലെങ്കിൽ മറന്നു പോയതെന്ന് നമുക്ക് വീണ്ടും പഠിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, റിവൈസ് ചെയ്യാനും അത് മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. ഓക്കെ. അപ്പം അതിനുശേഷം ഞാൻ പിന്നെ ക്വസ്റ്റ്യൻസൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ എൻ്റെ കയ്യിലുള്ള നോട്ട്സ് എടുത്തിട്ട്, ഇത് എൻട്രിയുടെ നോട്ട് തന്നെയാണ്, അവരുടെ ക്ലാസ് കണ്ട് എഴുതിയെടുത്ത നോട്ടാണ്. അത് ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ക്വസ്റ്റ്യൻസൊക്കെ വായിച്ച് പഠിച്ച് ഈ ഒരു നോട്ടിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ട് എളുപ്പത്തിൽ ഓർത്ത് വെക്കാനൊക്കെ ഒരു ഇത് കിട്ടും. അപ്പം അങ്ങനെ ചെയ്തു നോക്കുക എല്ലാവരും. പറ്റുകയാണെന്നുണ്ടെങ്കിൽ പഠിക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന്, ഇപ്പം യൂട്യൂബിലായാലും എല്ലാത്തിലും ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസൊക്കെ അവൈലബിൾ ആണ്. LDC ആയാലും ഏത് എക്സാം ആയാലും. LDC ഒക്കെ നമുക്ക് എന്താ പറയുക, ഈസി ആയിട്ട് അവൈലബിൾ ആണ്. എല്ലാ ക്വസ്റ്റ്യൻസും അവൈലബിൾ ആണ്. എല്ലാ ടോപ്പിക് വൈസും അവൈലബിൾ ആണ്. അപ്പോൾ ആ രീതിയിലൊക്കെ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അല്ലാതുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചതിന് ശേഷം ആ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അപ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ എത്രത്തോളം പഠിച്ചു എന്നുള്ളത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഈ പരിപാടികളും കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ ഒരു ടോപ്പിക്കും കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തു. അതിന് ശേഷം ഞാൻ എൻ്റെ സിലബസിൽ അത് മാർക്ക് ചെയ്യാൻ പോവുകയാണ്. സെക്ഷൽ ഹെൽത്ത്, അഡോളസെൻ്റ് ആൻഡ് സെക്ഷൽ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് മാർക്ക് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ സിലബസിൽ. അതോടെ കംപ്ലീറ്റ് ചെയ്ത ഇന്നത്തെ നമ്മുടെ പ്ലാൻ ചെയ്തിരിക്കുന്ന ആ ഒരു ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. പിന്നെ ഒരു ദിവസം ഒരു ടോപ്പിക്ക് മാക്സിമം, ഏറ്റവും വലിയൊരു ടോപ്പിക്കാണെങ്കിൽ ഒരു ടോപ്പിക്കൊക്കെ പഠിക്കാൻ പറ്റും. അതിൽ കൂടുതൽ പ്രത്യേകിച്ച് രണ്ടും കൂടി ജോലിയും പഠനവും കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും എന്ത് ചെയ്തു, നമ്മുടെ ജോലിയിലോട്ട് ഇറങ്ങി. അടുത്ത നമുക്ക് കുറച്ചുകൂടെ പണിയുണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങി. ഇന്നത്തെ വർക്ക് നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഓരോരുത്തരും എന്തൊക്കെ ചെയ്തു, അല്ലെങ്കിൽ അവർ എവിടം വരെ എത്തി അവരുടെ വർക്ക് എന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് എല്ലാവരോടും ചോദിച്ച് മനസ്സിലാക്കി അതെല്ലാം നോട്ട് ചെയ്തു. കാരണം നമുക്ക് നമ്മുടെ സാറ് ചോദിക്കുന്ന സമയത്ത് നമുക്കതൊക്കെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. ആരൊക്കെ എന്തൊക്കെ ചെയ്തു എന്നൊക്കെ ഉള്ളത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചതിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്താനുണ്ടായിരുന്നു. ചിലത് ആഡ് ചെയ്യാനും ചിലത് മൈനസ് ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിട്ട് പുതിയൊരു ഷെഡ്യൂളൊക്കെ ക്രിയേറ്റ് ചെയ്തു. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്തു. അപ്പോൾ അതെല്ലാം കൂടെ കഴിഞ്ഞപ്പോഴേക്കും സമയം 5 മണിയായി. 5 മണി എന്ന് പറഞ്ഞാൽ നമുക്ക് പുസ്തകങ്ങളെല്ലാം അടച്ച് വെക്കാനുള്ള സമയമായി. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം, അടുക്കളയിലോട്ട് കയറണം. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്നത് ബ്രെഡ് കോഴിമുട്ടയിൽ മുക്കി പൊരിക്കുന്നൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ഞാനതിൽ കുറച്ച് ചിക്കൻ മസാല, ഉള്ളിയും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ടൊരു മസാല ബ്രെഡാക്കിയിട്ട് മാറ്റി. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. എല്ലാവർക്കും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. തട്ടി കൂട്ടിയതാണ്. കാരണം ഇന്ന് 5 മണി ആയതിന് ശേഷം പിന്നെ ഇങ്ങനെ
മെല്ലെ മെല്ലെയാണ് കാര്യങ്ങൾ നടന്നത്. അപ്പം അങ്ങനത്തെ ഒരു തട്ടിക്കൂട്ടൽ ഉണ്ടാക്കിയതാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നോമ്പ് തുറക്കെ കഴിഞ്ഞ് പത്തിരിയൊക്കെ ഉണ്ടാക്കി ഞങ്ങളെല്ലാവരും പത്തിരിയും കറിയൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ നമ്മുടെ വീഡിയോസൊക്കെ അയച്ചു കൊടുക്കുക. അവരോട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറയുക. നിങ്ങളും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.